പോളണ്ടിലെ വളരെ പഴയതെന്ന് വെച്ചാൽ 11th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു കാസിലാണ് വാവൽ കാസിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അത് കാണാനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ കാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇന്ത്യയിലൊക്കെ ഉള്ള ഫോർട്ട് പോലെയാണ്. അപ്പോൾ ഓരോരോ രാജാക്കന്മാർ വരുന്നതിനനുസരിച്ച് അവരതിനെ മോഡിഫൈ ചെയ്യും, അവരതിനെ കൂടുതൽ വലുതാക്കും, അപ്പോൾ കൂടുതൽ റൂംസ് ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് ഇവിടെയും. ആർക്കിടെക്ചർ പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം എല്ലാ സ്ഥലത്തും ഇപ്പോൾ മുസ്ലിം കിങ്സ് ആണെങ്കിൽ അവരൊരു മോസ്ക് ഉണ്ടാവും, ഹിന്ദു കിങ്സ് ആണെങ്കിൽ ഒരു ടെമ്പിൾ ഉണ്ടാവും. അതേപോലെ ഇവിടെ ഒരു ചേർച്ച് ഉണ്ട് എല്ലാ കാസിലും. ആ വൈകുന്നേരത്തെ വെയിലും ഒക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ഭംഗിയാണ്. നമുക്ക് എന്ത് രസമാണ്. ആ താഴെ കാണുന്ന റിവർ വിസ്തുല റിവറാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറേ പാർക്കും സൈക്ലിംഗ് ഏരിയയും നടക്കാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പോയി താഴെ ഇറങ്ങിപ്പോയി അവിടെ ഇരിക്കാം വൈകുന്നേരങ്ങളിലൊക്കെ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് അങ്ങനെ മുകളിലേക്ക് കയറി. ഇവിടെയൊക്കെ നമ്മൾ രാവിലെ വരുന്നതിനെക്കാട്ടിലും നല്ല എപ്പോഴും വൈകുന്നേരം വരുന്നതാണ്. അപ്പോൾ വൈകുന്നേരത്തെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, വളരെ ഭംഗിയുള്ളതാണ്. കുറച്ച് നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ്. പക്ഷെ നമ്മളിങ്ങനെ ഓരോ വ്യൂ ഒക്കെ കണ്ട് അപ്പോൾ അതൊക്കെ അവിടെ എവിടെയൊക്കെ ഇരുന്നൊക്കെ പോകുമ്പോൾ അത്രയ്ക്ക് ക്ഷീണം തോന്നില്ല. പക്ഷേ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാൻ. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, നമുക്ക് എത്ര പ്രാവശ്യം നമ്മൾ സൺസെറ്റ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സൺറൈസ് കണ്ടിട്ടുണ്ടല്ലേ, പക്ഷേ എവിടെ പോയി സൺറൈസ് കണ്ടാലും സൺസെറ്റ് കണ്ടാലും നമുക്കതൊരു പുതിയൊരു അനുഭവം പോലെയോ അല്ലെങ്കിൽ ഒരു മടുക്കുന്നില്ലല്ലോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സൺ സെറ്റ് ചെയ്യാറാവുന്നേ ഉള്ളൂ, ഒരു 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങളത് അതിന് വെയിറ്റ് ചെയ്തില്ല, ഞങ്ങൾ അകത്തേക്ക് കയറാൻ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ആ കാസിലിൻ്റെ മുമ്പിലുള്ള ഗാർഡനിലെത്തി. നിറച്ച് റോസ്, ഡിഫറെൻറ്റ് കളേഴ്സ് റോസസ് ഒക്കെ ഉള്ളൊരു ഗാർഡൻ ആയിരുന്നു. നല്ല രസമുള്ള ഗാർഡൻ. ഇതാണ് വാവൽ ചേർച്ച്. നല്ല ഭംഗിയാണ് അത് കാണാൻ. അതിൻ്റെ ടോമ്പും അതിൻ്റെ ആ ഓരോന്നിൻ്റെ കളർ ഡിഫറൻസും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ അതും ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് വേണം ആ കാസിലേക്ക് കയറാൻ. ഇതാണ് അതിൻ്റെ ആ വ്യൂ കാണുന്നത്, ദൂരത്തുനിന്നുള്ള വ്യൂ ആണിത്. അങ്ങനെ കാസിലിനകത്തേക്ക് കയറുകയാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമുക്കൊരു കോർട്ട്യാർഡ്, വലിയൊരു കോർട്ട്യാർഡ് പോലെ ഉണ്ട്. അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്കി അകത്തേക്കൊന്നും കയറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ കുറേ പഴയ കാസിൽസൊക്കെ അല്ലേ, അപ്പോൾ എല്ലാത്തിനും റിപ്പയറിങ്ങിന് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ചില സമയങ്ങളിൽ അവരത് ക്ലോസ് ചെയ്ത് വെക്കും. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവിടെയൊക്കെ എത്ര രാജാക്കന്മാരും എത്ര ആൾക്കാർ ഇവിടെ താമസിച്ചിട്ടുണ്ടാവും അല്ലേ. ഇത് കുറച്ച് അവരുടെ ബോർഡ് റൂം, പിന്നെ റോയൽ അപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത്. പിന്നെ ഇവിടെ അകത്ത് കയറുകയാണെങ്കിൽ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നുള്ള കുറേ മ്യൂസിയം പോലെ അവർ വെച്ചിട്ടുണ്ട്. പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ ഹിസ്റ്ററീസ് ഉണ്ടാവുമല്ലോ ഇതിൻ്റെ പിന്നിൽ. അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പോലെ നമുക്ക് ഫീൽ ആവുന്നു ഇവിടെ വന്ന് കാണാൻ പറ്റിയത്. ഇതൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങളിങ്ങനെ താഴെ ഇറങ്ങി. ഇവിടെ വന്നപ്പം എന്താ ഒരു ഭംഗി നോക്കുക. ആ ലൈറ്റിങ്ങും ആ ഒരു റിഫ്ലക്ഷനും ആ സ്കൈയും എല്ലാം കൂടി നമുക്ക് പറയാൻ വയ്യ, അത്രയ്ക്ക് ഭംഗിയായിരുന്നു അവിടെ. ഞങ്ങൾ കാസിലേക്ക് കയറാൻ ഇതിലെ വഴിയല്ലേ വന്നേ. അപ്പോൾ ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. എല്ലാവരും എനിക്കൊന്ന് കഴിക്കാനൊക്കെ കഫേസിലൊക്കെ പോയിരിക്കുകയായിരിക്കും. ഞങ്ങൾ പൊതുവെ ട്രാവൽ ചെയ്യുമ്പം സാധാരണ പതുക്കെ ഓരോ സ്ഥലങ്ങളും വളരെ പതുക്കെ കണ്ട് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കി അതൊക്കെ വായിച്ച് അത് അനുസരിച്ച് നമ്മൾ അങ്ങനെ സ്ലോ ആയിട്ടേ നമ്മൾ പോകാറുള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെ കവർ ചെയ്യണം ഓരോരോ സ്ഥലങ്ങൾ, അത് കണ്ടില്ലല്ലോ ഇത് കണ്ടില്ലല്ലോ എന്ന് വേഗം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. പിന്നെ അതേപോലെ ലോക്കൽ ട്രാൻസ്പോർട്ട് എടുക്കും, നടന്നു പോകാൻ പറ്റുന്നത് നടന്നു പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ആ ഏരിയയിൽ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്. ആ രീതിയിലാണ് പോകാനാണ് ഞങ്ങൾക്കിഷ്ടം. ഇങ്ങനെ ഞങ്ങൾ കുറേ അവിടെ നടന്നു. അപ്പം നല്ല രസമാണ്, എത്ര വേണമെങ്കിലും നടക്കാം. അപ്പോൾ ആ സമയത്ത് കുതിരവണ്ടികൾക്കൊക്കെ റെസ്റ്റായിരുന്നു, ആരും ഇപ്പോൾ കയറുന്നില്ല, എല്ലാവരും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് രാത്രിയായില്ലേ, അപ്പോൾ ഇനിയിപ്പം അധികം ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ കണ്ട് അവിടേക്ക് ഒന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നടന്നു. ഞങ്ങൾ കുറച്ച് മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. വെജിറ്റേറിയൻ കിട്ടാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല വിഷമമാണ്. അപ്പം അവർക്ക് വെജിറ്റേറിയൻ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ അതിനകത്ത് ഫിഷൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് അത് നമുക്ക് ഓരോന്നും ചോദിച്ചൊക്കെ വേണം കഴിക്കാൻ. അപ്പം അതൊരു
ഇത് മാത്രം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റാറില്ല. ഈ സ്ക്വയറിൽ കുറേ ഹോട്ടൽസൊക്കെ ഉണ്ട്. എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാലും നല്ല ഏരിയ ആണ് താമസിക്കാൻ. ആ കാസിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ധാരാളം ഫുഡ് ഐറ്റംസും അങ്ങനത്തെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ സോവനിയർ ഷോപ്പുകൾ, പിന്നെ ഐസ്ക്രീംസൊക്കെ കുറേ വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ്, അങ്ങനത്തെ പോട്ടറി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ടു. ഷോപ്പിങ്ങിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ധാരാളം സാധനങ്ങളുണ്ട്, നിറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫുഡാണെങ്കിൽ അതുപോലെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിരുന്നു, നല്ല രസമാണ് ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാൻ. ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു, നല്ല സുഖമായിട്ട് നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ സ്ക്വയറിലൊരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്, അത് പഴയ പണ്ട് മുതലുള്ളതാണ്. അപ്പോൾ അത് കാണണമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിങ്ങനെ നോക്കി നടക്കുമായിരുന്നു. പണ്ടിത് മാർക്കറ്റ് സ്ക്വയർ ആയിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ധാരാളം ട്രേഡിംഗ് ഒക്കെ നടന്നിരുന്ന എല്ലാ തരത്തിലെ സാധനങ്ങളും ഇവിടെയായിരുന്നു മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നതും അവർ അങ്ങനെ. അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് കുറവായപ്പം അവരെന്നാലും ആ ട്രഡീഷൻ കീപ്പ് ചെയ്യാനായിട്ട് അവരൊരു ചെറിയ ഏരിയ മാത്രം ആ കവേർഡായിട്ട് ഒരു ഷോപ്പിംഗ് സെൻറ്റർ വെച്ചിട്ടുണ്ട്. അവിടെ ലോക്കൽ ഐറ്റംസ് കിട്ടും. ഇതാണ് ആ മാർക്കറ്റ്. എന്ത് രസമായിട്ട് അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. നോക്കും, മുകളിലൊക്കെ ആണെങ്കിൽ കുറേ എംബ്ലമൊക്കെ വെച്ച് നല്ല പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഷാൻഡ്ലിയേഴ്സൊക്കെ വെച്ച് നമുക്ക് പഴയൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നു തന്നെ ഇല്ല, അത്രയ്ക്ക് രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സോവനിയേഴ്സും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കറങ്ങി. ഇനി അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.